വിവാദങ്ങളിലൂടെയല്ല പുസ്തകങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടതെന്നും രചനകൾ നിലനിൽക്കേണ്ടത് വായനക്കാരുടെ മനസ്സിലാണെന്നും പ്രശസ്ത കഥാകാരൻ എം മോഹൻ. മുംബൈയിൽ പുതിയ എഴുത്തുകാർ ഉയർന്നു വരുന്നുണ്ടെന്നും നഗരപശ്ചാത്തലത്തിൽ കൂടുതൽ രചനകൾ ഉണ്ടാകണമെന്നും മയ്യഴിപ്പുഴയുടെ കഥാകാരൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. മുംബൈയിലെത്തിയ കഥാകാരനുമായി നടത്തിയ സംവാദത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കാണാം. മുംബൈയെ ഒരു മിനി കേരളം എന്നാണ് പ്രശസ്ത എഴുത്തുകാരൻ എം മോഹൻ വിശേഷിപ്പിക്കുന്നത്. എൻ്റെ ഒരു ധാരണ, കേരളത്തിന് പുറത്ത് മറ്റൊരു കേരളം ഉണ്ടെങ്കിൽ അത് മുംബൈയാണ്. മഹാനഗരത്തിലെ സാഹിത്യ സംവാദങ്ങളെ വിലയിരുത്തിയ കഥാകാരൻ മലയാളത്തിൽ പുതിയ തലമുറയിൽ നിന്ന് നിരവധി മികച്ച രചനകൾ ഉയർന്നു വരുന്നതായും ചൂണ്ടിക്കാട്ടി. മലയാളത്തിൽ ഇപ്പം നമ്മുടെ സാഹിത്യം വളരെ സജീവമാണ്, വളരെ സമ്പന്നമാണ്. പുതിയ പുതിയ ഏരിയകളിലേക്ക് എഴുത്തുകാർ കിടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൻ്റെ കഥകൾ മാത്രമല്ല അവർ പറയുന്നത്. തുർക്കിയുടെ പശ്ചാത്തലത്തിൽ ഒരു നോവൽ വരുന്നു, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ബെത്ലഹേമിൻ്റെയും നസറത്തിൻ്റെ ഒക്കെ ആ സ്ഥലങ്ങളെക്കുറിച്ച് ഒരു നോവൽ വരുന്നു. ഇങ്ങനെ മലയാള നോവല് ഇപ്പം നമ്മുടെ കേരളം അല്ലെങ്കിൽ മലയാളികളുടെ ലോകം അപ്പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. പ്രമേയങ്ങൾക്ക് ഇന്ന് അതിർവരമ്പുകൾ ഇല്ലാതായി. അതേസമയം വിവാദങ്ങളിലൂടെയല്ല പുസ്തകങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടതെന്നും രചനകൾ നിലനിൽക്കേണ്ടത് വായനക്കാരുടെ മനസ്സിലാണെന്നും എം മോഹൻ അഭിപ്രായപ്പെട്ടു. വിവാദങ്ങൾ കൂടെ ശ്രദ്ധിക്കപ്പെട്ട് അതങ്ങനെ തന്നെ മാഞ്ഞു പോകും. അത് നിലനിൽക്കാത്ത ഒന്നാണ്. അത് ശരിയായിട്ടുള്ള ഒരു നോവൽ നിലനിൽക്കുന്നത് അത് വായനക്കാരുടെ മനസ്സിൽ ജീവിക്കുമ്പോഴാണ്. വിവാദം കൊണ്ട് ഒരു കാര്യവുമില്ല. അത് തൽക്കാലത്തേക്ക് അത് ശ്രദ്ധിക്കപ്പെടും. കുറച്ച് വിൽപ്പന പോലും നമ്മൾ വെറുതെ വിചാരിക്കുകയാണ്. പക്ഷേ സാംസ്കാരിക മണ്ഡലം സജീവമാകാൻ സംവാദങ്ങളും ആരോഗ്യകരമായ വിമർശനങ്ങളും വിവാദങ്ങളും സഹായകരമാകുമെന്നും എം മോഹൻ കൂട്ടിച്ചേർത്തു. അല്ല, വിവാദങ്ങളും സംവാദങ്ങളൊക്കെ നല്ലതാണ്. എൻ്റെ അഭിപ്രായത്തിൽ നല്ലതാണ്. നമ്മൾ നിശ്ചലമായിട്ടിരിക്കരുത്. നമ്മുടെ സാംസ്കാരിക മണ്ഡലം എന്ന് പറയുന്നുണ്ടല്ലത് നിശ്ചലമാകരുത്. അതിലിപ്പം ചലനാത്മകമായിട്ട് സജീവമായിരിക്കണം. അതിന് ഈ വിവാദങ്ങളും സംവാദങ്ങളൊക്കെ നല്ലതാണ്. മുംബൈയിൽ നിന്ന് തന്നെ മികച്ച രചനകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും പുതിയ എഴുത്തുകാരുടെ കൃതികൾ വേണ്ടത്ര ശ്രദ്ധ നേടാത്ത സാഹചര്യം നിലനിൽക്കുന്നുവെന്നതും ചൂണ്ടിക്കാട്ടി. അല്ല, പുതിയ എഴുത്തുകാരെന്ന് വെച്ചാൽ പുതിയ എഴുത്തുകാരുടെ രചനകൾ അധികമൊന്നും കണ്ടില്ല. എഴുതുന്നുണ്ട്, പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ഈ പൊതുസമൂഹത്തിലേക്ക് മുഖ്യധാരയിലേക്ക് വരുന്നില്ല. അപ്പോഴല്ലേ നമ്മൾക്ക് വായിക്കാൻ പറ്റുള്ളൂ. അപ്പം ഒരു എഴുത്തുകാരൻ മുഖ്യധാരയിൽ വരുമ്പോഴാണ് നമ്മൾ എഴുത്തുകാരനെ അറിയുന്നതും ആ എഴുത്തുകാരൻ്റെ പുസ്തകം വായിക്കുന്നതും. ഇപ്പം ഇവിടെ ഇപ്പോൾ ഒരുപാട് പേര് എഴുതുന്നുണ്ട്, പക്ഷേ നമ്മൾ ഈ പറയുന്ന ഈ മുഖ്യധാരയിൽ വരാത്തത് കൊണ്ട് നമ്മൾ അവരെ അറിയുന്നില്ല. മുംബൈ പശ്ചാത്തലമാക്കി എഴുത്തുകാരൻ പ്രേമനിലത്ത് രചിച്ച നഗരത്തിന്റെ മാനിഫെസ്റ്റോ എന്ന കൃതി ശ്രദ്ധേയമാണെന്നും എം മോഹൻ പറഞ്ഞു. മുംബൈയിൽ ഇപ്പം കുറേ എഴുത്തുകാർ വരുന്നുണ്ട്. മുമ്പൊക്കെ പലരും പരാതി പറഞ്ഞിരുന്നു മുംബൈയിൽ നിന്ന് വലിയ എഴുത്തുകാരുണ്ടാകുന്നില്ല എന്ന്. വാസ്തവത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. മാധവിക്കുട്ടിയും ആനന്ദുമൊക്കെ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. MP നാരായണപിള്ള. പക്ഷേ അതിന് ശേഷം ഒരു മൗനം, ആ ഒരു വിടവ് നികത്തുകയാണ് പ്രേമൻ്റെ ഈ നോവൽ. ഇപ്പം എല്ലാവരും കാത്തു നിന്നിരുന്നതാണ് ഈ മുംബൈ നഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വലിയ നോവൽ എന്തുകൊണ്ട് വരുന്നില്ല എന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു കാത്തിരിപ്പിന് അവസാനമായി എന്ന് പറയുന്നില്ല. എന്നാലും ഒരു സമഗ്രമായിട്ട് ഒരു വലിയൊരു നോവലാണ്. ഇത് ഇനിയും വരും. ഡിജിറ്റൽ യുഗത്തിൽ വായനയുടെ സ്വഭാവം മാറുന്നതും പുതിയ രചനകളെ സ്വാധീനിക്കുന്നുണ്ടെന്നും സൂചിപ്പിച്ചു. പ്രത്യേകിച്ച് ഓൺലൈൻ വായന നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ്, വായിക്കുന്നവർ വളരെ കുറവാണ്. പക്ഷെ അത് വിദേശ രാജ്യങ്ങളിൽ വ്യാപകമായിട്ടുണ്ട്. പിന്നെ അതിനുള്ള ഒരു കാരണം പറയുന്നത് അവരൊരുപാട് യാത്ര ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലായാലും കാറിൽ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ. പിന്നെ ഇപ്പം അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ദിവസത്തിൻ്റെ വലിയൊരു ഭാഗം ഒരു യാത്രയാണ്. മുംബൈയിൽ കൈരളി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു മയ്യഴിപ്പുഴയുടെ കഥാകാരൻ. മുംബൈയിലെ മുൻനിര എഴുത്തുകാരായ പ്രേമനിലത്ത്, സുരേഷ് വർമ്മ എന്നിവരും സാഹിത്യരംഗത്തെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. അങ്ങനെ ബോംബെയുടേതായിട്ടുള്ള ഒരു പ്രത്യേക സംസ്കാരമുണ്ട്, ജീവിത രീതിയുണ്ട്. അവിടെ എത്തപ്പെടുന്ന മനുഷ്യരും അതുമായിട്ടങ്ങ് അലിഞ്ഞു ചേരുകയാണ്. അപ്പോൾ അവിടെ ഒരു ബോംബെക്കാരനാണ് പിന്നെ ഉണ്ടാകുന്നത്. ഇപ്പം പറഞ്ഞാൽ മുംബൈ വാല എന്ന് പറയും. പിന്നെ ഇവിടുത്തെ അടിസ്ഥാനപരമായ മറാഠി സംസ്കാരം അത് വളരെ വളരെ മൂല്യമുള്ള സംസ്കാരമാണ്. അത് നമ്മൾ മലയാളികളെ സംബന്ധിച്ചും പറയുകയാണെങ്കിൽ നമ്മൾ അതിലോട്ട് അങ്ങ് ചേരുകയാണ്. ഒരുപക്ഷെ നമ്മൾ മറാഠിത്വം നമ്മൾ ഏറ്റെടുക്കുന്നില്ലെങ്കിലും മറാഠി ജീവിതത്തിൻ്റെ ലെഗസി ഇതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ്, നമ്മൾ ഏറ്റെടുക്കുന്നതാണ്. നമ്മൾ അതിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മളെ ജീവിതത്തിൽ അത് നമ്മളെ എഴുത്തിലും പ്രതിഫലിക്കുന്നു. അതുകൊണ്ടാണ് എൻ്റെ ഈ നഗരത്തിൻ്റെ മാനിഫെസ്റ്റോയിലെ നായിക ഇവിടുത്തെ ഒരു ട്രഡീഷണൽ മറാഠി
നർത്തകിയാണ്. മുംബൈയിൽ എന്തുകൊണ്ട് നല്ല നോവലുകൾ ഉണ്ടാകുന്നില്ല? അതേ തുടർന്ന് നമ്മളതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സിലേക്ക് പോകണ്ട. 6-7 നോവലുകൾ ഇവിടെ ഇറങ്ങി. അതായത് നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് ഇപ്പം ജ്ഞാനഭാരം പോലെയുള്ള പുസ്തകങ്ങൾ മാറ്റി നിർത്താം, എസ്റ്റാബ്ലിഷ്ഡ് എഴുത്തുകാരാണ്. നമ്മുടെ 6-7 നോവലുകൾ വന്നു. കരുത്തുറ്റ നോവലാണെന്നൊക്കെ ഉള്ളത് പിന്നീട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ഒരു ഗുണമുണ്ടായി. അതുപോലെയുള്ള എഴുത്തുകാരുടെ സാന്നിധ്യവും ഉപദേശങ്ങളും ഡിറക്റ്റീവ്സും. അംശുംപടി എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ശനിയാഴ്ച വൈകിട്ട് 4:30 കൈരളി ന്യൂസിൽ വീണ്ടും കാണാം.